ഹലോ, ഹായ്. നിക്കിത റബിലാണ്. ഞങ്ങളിതാ ചെന്നൈയിൽ വന്നതിന് ശേഷം ഈ വീട്ടിലിരിക്കുമ്പോഴെന്നല്ല, ഡോറിന് പുറത്തിറങ്ങി കഴിഞ്ഞ് ചെറിയൊരു സ്പേസും പിന്നെ അവിടുന്ന് ഇതുപോലൊരു സ്റ്റെയറാണ്. ഈ സ്റ്റെയറിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇരിക്കാറുണ്ട് കേട്ടോ. വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല പുറത്തേക്കൊന്നും പോവാൻ. അപ്പം ഇടയ്ക്കൊക്കെ അവിടെ വന്നിരിക്കും, എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ മേലെ ടെറസാണ് കേട്ടോ. പക്ഷേ ടെറസിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര വഴിയാണ്. വഴി മീൻസ് സ്റ്റെപ്പൊക്കെ ഓക്കെയാണ്, പക്ഷെ നമ്മൾ തല മുട്ടിപ്പോവും. ഇവർ എന്ത് രീതിയിലാണ് ഇങ്ങനെ ഒരു റൂഫിങ് അല്ലെങ്കിൽ ആ ഒരു രീതി ചെയ്തതെന്ന് എനിക്ക് ഇത്രയായിട്ട് അറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല. നമ്മളെ നാട്ടിലെന്നല്ല, ഒരു നാട്ടിലും കണ്ടിട്ടില്ല. കണ്ടോ, ഇവിടെ ഒരു സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും പിന്നെ ആ ലാൻഡിങ്ങിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഇത്രയും കുനിയണം. ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഇത്രയും കുനിഞ്ഞാൽ മാത്രം, ഞാൻ തന്നെ ഹൈറ്റ് കുറഞ്ഞ ആളാണ്, എൻ്റെ ഷോൾഡർ, അപ്പം അത്രയും ഭാഗം ഞാൻ കുനിയണം. എന്നിട്ട് കുനിഞ്ഞിട്ടാണ് ഈ ലാൻഡിങ്ങിൽ നിന്ന് പിന്നെ നമ്മൾ ടെറസിലേക്ക് കയറി വരിക. കുറച്ചും കൂടി ഹൈറ്റുള്ള ആളാണ് ഏട്ടനൊക്കെ കയറി വരികയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് ആറിടാൻ വരണമെങ്കിൽ ഈ ഒരു സ്പേസാണ് നമ്മളത്. ഇതിപ്പം എൻ്റെ ഡ്രസ്സുകളല്ല കേട്ടോ, ഇത് ഓണറിൻ്റെയും ഇവിടെ വേറെയുള്ള ആൾക്കാരുടെയും ഡ്രസ്സാണ്. ശരിക്കും ഇവിടെ വന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് ഡ്രസ്സ് ഉണങ്ങാനിടാനുള്ള സ്പേസ് ഉള്ളൂ. അപ്പം അത്രയും ഇങ്ങനെ തലയൊക്കെ കുനിച്ച് ശരിക്കും പല പ്രാവശ്യം എൻ്റെ തല തന്നെ മുട്ടിപ്പോയിട്ടുണ്ട്. അവരെന്തുകൊണ്ട് ഇങ്ങനെ ഇട്ടതെന്ന് അറിയില്ല. അതുപോലെ വാഷ് ചെയ്യാനുള്ള ഏരിയ അവിടെ കണ്ടോ, ഒരു വാഷിങ് കല്ല് അവിടെ ഇട്ടിട്ട് അവിടെ ഉണ്ട്. അപ്പം വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്കൊക്കെ ഇവിടെ വന്നിട്ട് വേണം വാഷ് ചെയ്യാൻ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ടെറസിലേക്ക് വരുന്നൊരു ബുദ്ധിമുട്ട്. ഇതെന്താന്ന് ഇങ്ങനെ നോക്കിയിട്ടും ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പണി കഴിപ്പിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നിക്കിത റബിൽ.